ഇന്നത്തെ ആദ്യത്തെ ആള് ഞാനാണല്ലേ ഇപ്പോൾ. ഇന്നത്തെ ആദ്യത്തെ ആള് ഞാനപ്പോൾ അയ്യോ ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഇത് ലോഡഡ് ആണോ അതോ ഊരി കളഞ്ഞോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടെ ആദ്യം ഇത് കണ്ടപ്പോൾ ഇത് ലോഡഡ് ആയിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇവിടെ എന്തോ ഇതുണ്ടായിരുന്നു. ഒരു കോവില്, ബിൽഡിങ്സും ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഭൂമി മാത്രമായിട്ടുണ്ട് കണ്ടു നോക്ക്. അപ്പം നമുക്കിനി ഇറങ്ങാം. അമ്മേ തെന്നല്ലേന്ന് പറഞ്ഞേ ഉള്ളൂ, തെന്നി. കൺട്രോൾസാറിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റൂമിൽ നിന്ന് പോവാം. ഇന്നലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ആണ് നിങ്ങൾ ഇന്നലെ ലൈക്ക് കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് കണ്ടത്. നമ്മൾ ആ മലയിൽ പോയി. ബട്ട് മലയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 12 മണി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. കാരണം രാവിലെ 9 മണി ആ സമയത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരുന്നത് 12 മണിയാണ്. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ട് മണ്ടക്കോട്ട് കയറാൻ പാടില്ല എന്നായിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ 3-4 വീഡിയോ കണ്ടതാണ്. 3-4 വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ ആ ഒരു പ്ലാൻ ഫ്ലോപ്പായി. അതിൻ്റെ മണ്ടയ്ക്ക് കയറി സൺസെറ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാമെന്നായിരുന്നു വിചാരിച്ചത്. എനിവേ ഇനിയും ഇപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇറങ്ങി വന്ന് തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യം ഇതാവും. രാത്രി ഇരുട്ടി പോവും. നമുക്ക് മല കയറി ഇറങ്ങേണ്ടതാണ്. അപ്പോൾ എനിവേ നമ്മൾ ദിണ്ടിക്കൽ വന്നു. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ കഴിച്ചിട്ട് ദിണ്ടിക്കൽ ഫോർട്ടിലോട്ട് പോവാം. ദിണ്ടിക്കൽ ഫോർട്ടെങ്കിലും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ദിണ്ടിക്കൽ ഫോർട്ട് ഞാൻ പറഞ്ഞ പോലെ അത് കിലോമീറ്ററുകളുടെ ലൈക്ക് ആ ദിണ്ടിക്കലിൻ്റെ ആ റേഞ്ചിലോട്ട് എത്തുമ്പോഴേ ദിണ്ടിക്കൽ ഫോർട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ എങ്ങനെയായിരിക്കും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. വേറൊന്നുമില്ല, നമുക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. പിന്നെ ഞാൻ ഒരു കാര്യം തെറ്റായിട്ട് കണ്ടത്, ഇവിടെ നമ്മൾ റൂം എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെൽക്കം കിറ്റ് അതിൻ്റെ കൂടെ ഒരു വെള്ളവും കിട്ടും. അതാണിത്. ബട്ട് വെള്ളം തരുമ്പോൾ അവർ തരുന്നത് ഇങ്ങനത്തെ ബോട്ടിലാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് മിനറൽ വാട്ടർ എടുത്തിട്ട് കുടിച്ചിട്ട് കളഞ്ഞ ബോട്ടിൽ എടുത്ത് കഴുകി വെള്ളം നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ വെള്ളത്തിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ടാപ്പ് വാട്ടർ ആയിരിക്കാം, ചിലപ്പോൾ ബോയിൽഡ് വാട്ടർ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ നിന്ന് ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചതച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കുക. അല്ലെങ്കിൽ അവർ ഇതും അതിൻ്റെ ലേബൽ ഊരിയിട്ട് ഇങ്ങനെ നിറച്ചിട്ട് അങ്ങ് വെക്കും. ഞാനിത് വെള്ളം കുടിച്ചിട്ടും ഇല്ല, തൊട്ടിട്ടും ഇല്ല. അതങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ട് നമുക്ക് പോകാം. എനിവേ അത് ഊരി ഇതായി. ഓക്കെ, അപ്പം പറയുന്നില്ല. ഇനി നമുക്ക് രാവിലെ ആകുമ്പോൾ കഴിച്ചിട്ടില്ല, ഇറങ്ങി കഴിച്ചിട്ട് നമുക്ക് ദിണ്ടിക്കൽ ഫോർട്ടിലോട്ട് പോകാം. എന്നാ ചെക്കൗട്ട്. ഓക്കെ, ആ ഓക്കെ, നമുക്കപ്പോൾ പോവാം. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ. ഞാൻ അത് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ബാഗിലോട്ട് എടുത്തത്. ബാഗിലോട്ടല്ല, വണ്ടിയിലോട്ട്. ഓക്കെ, നമുക്കിനിയും ഫോർട്ടിലോട്ട് പോവാം. ഫോർട്ട് 9 മണിക്കാണ് തുറക്കുന്നത്. ഇപ്പോൾ 8:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇന്നലെ ഞാൻ മണ്ടയ്ക്കൊന്ന് നോക്കിയായിരുന്നു. മണ്ടയ്ക്കൊന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഫോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ മണ്ടയ്ക്ക് കയറി നോക്കിയപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊന്ന് ആ ഫോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും ഏരിയയാണ് നമുക്ക് ആ ലൈക്ക് ആ ഫോർട്ടിൻ്റെ മണ്ടയ്ക്കൊന്നും കാണാൻ പറ്റുന്നത്. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 2.8 കിലോമീറ്റർ. ഇന്നലത്തെ രാത്രിയിലത്തെ ട്രാഫിക് എൻ്റെ പൊന്നോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. ഇന്നലെ രാത്രി 2 ഇഡ്ഡലി കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. ഇന്നലത്തെ ബിരിയാണി പണി തന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനും സ്ഥലം മാറിയതും കഴിച്ചതിൻ്റെ ഇതാണോ അതോ ബിരിയാണീൻ്റെ എന്തോ ആണെന്ന് അറിഞ്ഞൂടെ. എന്തോ ഒരു പണി തരുന്നുണ്ട് എനിക്ക്. ഒന്നും പറ്റരുതേ.
അല്ലെങ്കിൽ കാട്ടിലോട്ട് വല്ലതും കയറേണ്ടി വരും, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. നോക്കാം. മലേൻ്റെ മണ്ടയ്ക്ക് കാണുന്നുണ്ടോ, അതാണ് ഫോർട്ട്. അതിൻ്റെ എൻട്രൻസ് ഇവിടെ പാറയാണോ? ആ പാറയാ കേട്ടോ, പാറേൻ്റെ മണ്ടയ്ക്കാ. ഓ, ഇതിൻ്റെ താഴെ ഒരു കോവിലുണ്ട്. ഈ സാധനത്തിൻ്റെ ഹൈറ്റ് കണ്ടോ? ആ, കോവിലിൻ്റെ അടുത്താണ്ട് അതൊരു മോസ്കാണേ. കണ്ടോ, അത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഫോർട്ട് മോസ്കോ അങ്ങനെ കണ്ടൊരു പേര്. അതിൻ്റെ അടിയിൽ തന്നെ ഒരു മോസ്ക്, ഒരു ഫോർട്ട്. അതാണ്ട് ഇവിടെ ഒരു ചർച്ച്. ഇതാടാ എന്ത് ഒന്നെന്ന് പറയുന്നത്. എല്ലാം അത് ഒരുമിച്ച്. അതെനിക്കിഷ്ടപ്പെട്ടു. ഒരു അമ്പലം, ഒരു മോസ്ക്, ഒരു ചർച്ച്, എല്ലാം കൂടെ ഒരുമിച്ച്. അത് വിളിച്ചു. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാടാ? ഹലോ, എൻ്റെ പുറകെ ഒന്ന് ഓടി വരരുത്, ഞാൻ വണ്ടി എടുത്തോണ്ട് പോവും. അമ്മേ ഫോർട്ടിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കാണിക്കുന്നത്. എടാ, മാപ്പിനകത്ത് ഫോർട്ടിൻ്റെ എൻട്രൻസ് ഇവിടെയാന്ന് കാണിച്ചിട്ട് ഫോർട്ടിൻ്റെ എൻട്രൻസ് ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ. ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് എങ്ങനെയാണ് ഞാൻ കയറുന്നത്? ഈ ഫോർട്ട് മൊത്തം 360 നമ്മളിപ്പോൾ കണ്ടെന്ന് തോന്നുന്നു. ഈ വഴിയാണ് ഫോർട്ടിൻ്റെ എൻട്രൻസിന്. இந்த ஃபோர்ட் என்ட்ரன்ஸ் அங்கே ஆ ആ താങ്ക്സ്ண்ணா. അപ്പോൾ ഈ വീട് തന്നെയാണ്. പിന്നെ ഗൂഗിൾ മാപ്പിന് മര്യാദയ്ക്ക് കാണിച്ചു വിടായിരുന്നു, അതെന്നെ ബാക്കിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഇതേപോലെ തന്നെ ആലപ്പുഴയിൽ ഞാനൊരു ഗ്രൗണ്ട് തേടി പോയപ്പോൾ അതും ഗ്രൗണ്ടിൻ്റെ ബാക്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. ഗൂഗിൾ മാപ്പിന് ഒന്നിൻ്റെ ഫ്രണ്ട് വേർഷൻ കാണിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഈ വഴി തന്നെ ഇല്ല, ഞാൻ ഇന്നലെ വന്നു പോകും. ഇന്നലെ നമ്മൾ ഹോട്ടലിലോട്ട് പോയ വഴിയത്. ഇതിപ്പോൾ ഞാൻ ദൂരെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ആരെങ്കിലും ചോദിച്ചിട്ട് പോകാതെ നല്ലത്, അല്ലെങ്കിൽ വണ്ടി കൊടുത്ത് അടി മേടിക്കേണ്ടി വരും. ഫോർட்டுக்கு என்ட்ரன்ஸ் எங்க? ஃபோர்ட் என்ட்ரன்ஸ். தேங்க்ஸ்ண்ணா. உள்ளே போகணும். ஆ ஓகே. ഇത് ഒരുമാതിരി മറ്റിടത്തെ പരിപാടിയായി പോയി.
ഒരു ആർച്ചുണ്ട്, ആ ആർച്ചിൻ്റെ അകത്തോട്ട് പോകണമെന്നോ. ഞാൻ ആ ആർച്ചിൻ്റെ വെളിയിലോട്ടാണല്ലോ വന്നത്. ഈ ആർച്ച് എന്ന് പറയുന്നത് ഇതാണോ ഉദ്ദേശിച്ചത്? ഒരു കോവിലും കണ്ടല്ലേ. എന്നാ இந்த ஃபோர்ட்டுக்குள்ளே போகிற என்ட்ரன்ஸு இதோ? ஓகே, தேங்க்ஸ். ஓகே. ഇതിൻ്റെ അല്ലല്ല. ഓക്കെ, വൺ ഓഫ് ദ അട്രാക്ഷനിലോട്ടുള്ള വഴിയാണ് വെച്ചേക്കുന്നത് കണ്ടോ. ഇനി എവിടെ നിന്ന് അങ്ങോട്ട്? എന്നാ இந்த ഫോർട്ട് ഉള്ള പോ എൻട്രൻസ്. ഓക്കെ. ഇതാണോ ഇനി? ഇത് തന്നെ. എൻ്റെ പൊന്നോ, നമ്മുടെ ഇവിടെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അവസ്ഥ കണ്ടോ ഇരിക്കുന്നത്? ക്യാമറയും ഈ വേലിയും മാത്രം നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് ഇടും, വേറൊന്നും കറക്റ്റായിട്ട് എടുത്തില്ല. നമുക്ക് ഫോർട്ടിലോട്ട് പോവാം. ഇനി ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ക്യാമറയ്ക്ക് കാശ് കൊടുക്കണോ വേണ്ടയോ? ബ്രോ, ഫോർട്ടുക്കുள்ளே போகலாமா? ഫോർട്ടുக்குள்ளே போகலாமா? நான் மற்றுந்தா என்னம்மா? ഓക്കെ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നല്ല, ഓൺലൈനിൽ നിന്ന് എൻ്റെ ലൈസൻസ് ID കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്ത്, എൻ്റെ പൊന്നെ കാശാകെ 20 രൂപയുള്ളൂ കേട്ടോ എൻട്രി ടിക്കറ്റ്. ക്യാമറയ്ക്ക് ഭാഗത്തേക്ക് ഇവിടെ കാശ് ചോദിച്ചിട്ടില്ല. എൻ്റെ പൊന്നോ, നന്നായി ഈ സ്റ്റെപ്പ് പണിത് വെച്ചേക്കുന്ന. സ്റ്റെപ്പില്ലാതെ കയറി നടക്കുന്നതാണ് തുണിച്ചെല്ലും കൂടെ കറക്റ്റ്. സ്റ്റെപ്പും ഇല്ലാതെ നടക്കുന്ന ഏറ്റവും കൂടെ ആശ്വാസം. അയ്യോ അമ്മേ. ഇവിടെ വരെ എത്തിയപ്പോഴാണ് അണയ്ക്കാൻ തുടങ്ങിയ. ഈ സ്റ്റെപ്പ് കുഞ്ഞു സ്റ്റെപ്പാണേ. ഇത് കയറാൻ ഇച്ചിരി പാടാ മറ്റേ മലേനെക്കാട്ടിൽ. എന്തോ പറയുന്നു കേക്കല്ല. അവിടെ നിൽക്കാനോ? ഓക്കെ. എന്നാ പിന്നെ അയ്യോ, അവിടെ നിന്നാ മതി എന്ന് പറയാനായിരുന്നു ഈ അലച്ചത്. അയ്യോ അമ്മ മണ്ടയ്ക്ക. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇവിടെ വരെ കയറിയപ്പോഴേ മനുഷ്യൻ്റെ ഉപ്പാടം നിറഞ്ഞു. എന്നിട്ടായിരുന്നു ഞാൻ ഇന്നലെ മല കയറാൻ വേണ്ടി പോയത്. എങ്ങാനും കയറിയിരുന്നെങ്കിൽ അത് കയറി പോകാനും പാടായിരുന്നു, ഇറങ്ങി വരാനും പാടായിരുന്നു. ഇതിന് മതി മറ്റടുത്ത പരിപാടിയായി പോയി. അയ്യോ, എൻ്റെ കൗതുക കൂടുന്നുണ്ട്. ഓരോ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് വെറുതെ വടി കൊടുത്ത് അടി മേടിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയ്യോ പക്ഷെ കൊള്ളാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാം, കാരണം ഫോർട്ട് അടച്ചിട്ടേക്കുക. ആ പുള്ളിക്കാരൻ ഇന്ന് താഴേന്ന് മണ്ടക്കോട് വലിഞ്ഞു കയറി വരണമെന്ന്. ഇതിൻ്റെ മലേൻ്റെ മണ്ടയ്ക്ക് വരെ ഇതൊക്കെ പണിത് വെച്ചിട്ട് എങ്ങനെയാണാവോ ഇവർ ഡെയിലി മണ്ടക്കോടും താഴോട്ട് നടന്നു കയറിയത്.
മൊത്തത്തിൽ കിളി പോയേ. ബ്രോ ഇന്നത്തെ ആദ്യത്തെ ആള് ഞാനാണല്ലേ ഇപ്പോൾ. ഇന്നത്തെ ആദ്യത്തെ ആള് ഞാനപ്പോൾ. അയ്യോ, നമുക്കെന്ന് ഇവിടെ മണ്ടക്കോട്ട് ആദ്യം കയറാം. അത് ഫോർട്ടിൻ്റെ മണ്ടക്കോട്ടത്. അയ്യോ, ഇതൊരു ഭാഗം. അതാണ് ഫോർട്ടിൻ്റെ എൻട്രൻസ്. ഇവിടൊക്കെ പണ്ട് ഭടന്മാർ നിന്ന സ്ഥലമാണ് ഇതൊക്കെ. നമുക്കിനി മണ്ടക്കോട്ട് കയറാം. കണ്ടിത് എൻട്രൻസ് കണ്ടോ? ഇതിൻ്റെ ഡോറിൻ്റെ സൈസ് തന്നെ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ രണ്ടിടത്ത് എന്തോ ഒരു സാധനമുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനിവേ ഭടന്മാരിരുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇപ്പം ജയില് പോലെ. ജയിലാണോ ഇത്? കണ്ടിട്ട് ജയില് പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. ബട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇവിടെയും ഗ്രില്ലിട്ട് വെച്ചേക്കുന്നു, അവിടെയും ഗ്രില്ലിട്ട് വെച്ചേക്കുന്നു. അതോ ഇനി ഇവർ വെച്ചതാണോ? ഇനിവേ നമ്മളകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു മരവും ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്കോട്ടാണ് ഞാൻ ആദ്യം കയറിയത് വലിഞ്ഞ്. ഓക്കെ, ഇതുണ്ട്. ഈ പട്ടി അങ്ങനെ അകത്ത് കയറിയത്? ഡോർ അടങ്ങിയിരിക്കുമല്ലോ. ഇവിടത്തെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ മൊത്തം ഇതും വരച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുക. എൻ്റെ അയ്യോ, ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ബാഗും കോപ്പും ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണാവോ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി കയറി? വേറെ വഴിയുണ്ടോ നോക്കിയിട്ട് അവിടെ കയറാൻ? അമ്മ, ഫോർട്ടിൻ്റെ അകത്താണ് തണുപ്പ് കേട്ടോ. വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ ഗ്ലാസ് ഇടണം. അകത്തോട്ട് കയറുമ്പോൾ ഇത് ജയിലായിരുന്നു എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഹലോ, മേഘോ. ജയിലായിരുന്നു. നമ്മൾ കയറിയത് ജയിലാ. ഇറങ്ങി വരാൻ നേരത്തെ ജയിലിലോട്ട് കയറാം. കൊള്ളാലോ. ഇവിടെ നിന്ന് മൊത്തം ദിണ്ടുക്കലിൻ്റെ അങ്ങപ്പുറത്ത് മല കണ്ടോ? ഈ സിറ്റി ഏരിയാസ് എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയാൽ മതിയായിരുന്നു. പണ്ട് ഇവിടെ ഒന്നും ഇങ്ങനത്തെ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഇതിൻ്റെ അങ്ങ് പോയി അവിടെ കാണുന്നത് മഞ്ഞ് പോലെ കിടക്കുന്നില്ലേ, അതിൻ്റെ അങ്ങോട്ട് മലയാ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ എന്താ ദിണ്ടക്കൽ മൊത്തം ഈ ഭാഗം മൊത്തം കൺട്രോളിൽ വെച്ചത്. ഞാൻ പറഞ്ഞില്ല, അത് ജയിലാണ്. അതുകൊണ്ട് അത് ജയിലായിരുന്നു. ചുമ്മാതല്ല അത്രയും ചെറുതായിട്ടുണ്ടാക്കിയത്. ഓ, ഇവിടെ വലിഞ്ഞ് കയറുമ്പോൾ തന്നെ ഊപ്പാട് വരുമല്ലോ. ഓ, ഇതിൻ്റെ മൊത്തം അടിയിൽ ജയിൽ പോലത്തെ സംഭവങ്ങൾ. അതുകൊണ്ട് കാറ്റ് ഇതാകാനുള്ളതാണെന്ന് തോന്നി. ഹോള് പോലെ ഇരിക്കുന്നതാ. കാറ്റ് പോകാനുള്ള മീൻ വായു സഞ്ചാരത്തിനുള്ളതല്ലേ. ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചുകൂടെ? ടൂറിസ്റ്റ് അട്രാക്ഷനിലുള്ള ഒരു സ്ഥലമാണ്. ഇരിക്കുന്ന അവസ്ഥ കണ്ടോ? യാ,
കാറ്റ് പോകാനുള്ള വഴികളാണ്. അയ്യോ, ആരുമില്ല. ഗേറ്റ്, ഐ മീൻ ഫോർട്ടിൻ്റെ ഗേറ്റ് തുറന്നതേ എനിക്ക് വേണ്ടി തന്നെ. ആദ്യം കയറിയത് ഞാൻ. കാരണം ഞാൻ കുറേ വീഡിയോസ് കണ്ടു. നമ്മൾ ഈ ഒന്ന് തണുത്തിട്ടൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ലവേഴ്സ് കൊണ്ടങ്ങ് നിറയും. ജയിലിലൊക്കെ പിന്നെ പ്രിസണേഴ്സ് മാറിയിട്ട് ലവേഴ്സ് ആയിരിക്കും മൊത്തം. അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അതേപോലെ തന്നെ ഇന്ന് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോവുകയും ചെയ്യണം. അപ്പോൾ ലേറ്റാകാൻ പാടില്ല. ഇനി ഈ കടമ്പ കഴിഞ്ഞു, ഇതിൻ്റെ മണ്ടക്കോട്ട് നമുക്ക് കയറാം. പുല്ലൊക്കെ ആയപ്പോൾ കത്തിച്ച് കളഞ്ഞിരിക്കുക. എന്നാലും മൊത്തത്തിൽ പോയോ അതില്ല. അതാണ്ട് പിന്നെയും വളർന്നു വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ വെള്ളക്കുപ്പി കയ്യിലെടുത്തോണേ, അല്ലെങ്കിൽ അണച്ചടച്ച് പണ്ടാരം അടങ്ങും. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. അയ്യോ, രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ കയറിയാൽ എനിക്ക് വട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് സമയത്ത് ഇവിടെ മൊത്തം ബ്രിട്ടീഷ് സോൾജേഴ്സിൻ്റെ സ്ഥലമായിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാലും മൊത്തം ഡിണ്ടിക്കലും കാണാം. കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. കാരണം വാറിന് വരുന്നവരെന്തായാലും 1, 2, 3 പേരുമായിട്ട് വരത്തില്ല, ഒരു പടയായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ തന്നെ ഉണ്ട് ഇവിടുന്ന് കാണാൻ പറ്റും എന്തെങ്കിലും. ഇവിടെ ഇപ്പോഴല്ലേ ബിൽഡിങ് വന്നേ, പണ്ടൊന്നും ഇവിടെ ബിൽഡിങ് ഇല്ലായിരുന്നല്ലോ. ഇവിടെ കാനോൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ബീരങ്കി അത് മണ്ടയ്ക്കാണോ ഇനി? അവിടെ നമുക്ക് കുറച്ച് ഇരുന്നിട്ട് മണ്ടക്കോട്ട് പോവാം. കൊള്ളാലോ, ഇത് കൊള്ളാം കേട്ടോ. പക്ഷെ ഇവിടെ മൊത്തം കലങ്ങി വൃത്തികേടായിട്ടിരിക്കുക. മഴ വെള്ളം ഇത് ചെയ്യുന്നതാണോ അത് ഉറവ വല്ലതാണോ? മഴ വെള്ളമാണെന്ന് തോന്നുന്നു. വേസ്റ്റ് ഇട്ടേക്കുന്നതുണ്ടോ? അയ്യോ അമ്മ, അയ്യോ, ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നിരിക്കട്ടെ. ഇവിടെ ഉണ്ടായിരുന്നു, കൊള്ളാലോ. ഇരിക്കാൻ വേണ്ടി വന്ന സ്ഥലം ഇതായിരുന്നു. ഇത് മഴവെള്ളം സൂക്ഷിച്ചു ഇത് തന്നെ. ഞാനിവിടെ കുറച്ച് അയ്യോ ഒന്നിരിക്കട്ടെ. അതാണ്ട് അവിടെ ഇരിക്കുന്ന പോലെ ഇതുണ്ട്. അവിടെയൊക്കെ ചപ്പലൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി മണ്ടക്കോട്ട് കയറാം. ഒറ്റയടിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് കയറാനുള്ള ത്രാണിയൊന്നും എനിക്കില്ലേ. ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണോ? ഇന്നലെ ആ മല കയറാൻ വേണ്ടി നോക്കിയത്. കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ കയറിപ്പോയാന്. അതിപ്പോൾ എന്ത് തടസ്സം വന്നാലും ഞാൻ കയറിപ്പോയാന്. പക്ഷെ ഞാനിരുന്ന് അണയ്ക്കുന്നത് നിങ്ങൾ കാണണ്ട വന്നേന്. അയ്യോ, രാവിലെ തന്നെ കയറി വന്നോണ്ട് ഞാനെന്താണ്ട് ആ പട്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. സമാധാനം കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, താണ്ട് വന്ന് കയറി ഇരുന്നത് ബിരിയാണി തന്നെ. ഞാൻ കണ്ട് ശ്രദ്ധിച്ചില്ല. കാണിക്കാം. അതിൻ്റെ മണ്ടയ്ക്കോട്ട് അങ്ങ് മണ്ടയ്ക്കോട്ടൊരു കോവിൽ പോലെ ഉണ്ട്. അകത്തോട്ട് കയറുന്നില്ല, ബട്ട് വെളിയിൽ നമുക്ക് കാണാം.
ഇവൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. ആ വേസ്റ്റിൽ അവിടെ കൊണ്ടിടുന്നു. അവിടെ ഇരുന്ന് ബോട്ടിലെടുത്തോണ്ട് പോയി അവിടെ ഇടുന്ന കണ്ടായിരുന്നു. പക്ഷെ ക്ലീൻ ആക്കി വെക്കണം. ക്ലീൻ ആക്കുകയും വേണം. ഇവിടെ വരുന്നവർക്ക് ഇച്ചിരി ബോധം വേണം. എല്ലായിടത്തും കുത്തി വരച്ച് നമ്മൾ ദുബായി പോയപ്പോൾ ഫോട്ടോ കണ്ടതല്ലേ, അവിടെയൊക്കെ എന്ത് ഡീസൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഉള്ളവർ വരുന്നവർക്കറിയാം ആ ഫോട്ടോ എല്ലാം ഇതാക്കി വെക്കണം, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഇവിടെ ഉള്ള വരുന്നവർ കുപ്പിയെടുത്ത് കളഞ്ഞതാണ്ട് അവിടെ അത് കണ്ടോ, അതുകൊണ്ട് ആ ഭാഗത്ത് ആ കുപ്പികൾ കണ്ടോ എന്തുമാത്രം ഉണ്ടെന്ന്. ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസാ. അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് KLOVE R, KLOVE S, ALOVE S ഒക്കെ എന്താ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുക. ആൾക്കാരെ ഇവിടുത്തെ ഇൻചാർജിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന ആൾക്കാർക്ക് വേണം ഇച്ചിരി ബോധം, വേസ്റ്റ് ഇടാതെ പോകാനുള്ള ഇത്. ഇങ്ങനത്തെ മരങ്ങളുണ്ടോണ്ട് ഭാഗ്യം. അവിടെയും ഫ്രണ്ടിലും വെള്ളം കെട്ടി ഇതായിട്ടുണ്ട്, കെട്ടി ഇതായി നിൽക്കാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലും ഉണ്ട്. നമുക്കിനി ബാക്കി ചുറ്റി കണ്ടിട്ട് ആൾക്കാർ കൂടുന്ന മുമ്പ് നമുക്കിറങ്ങാം. ഇവിടെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ക്യാനോൺസ് ഇത് കണ്ടുപിടിച്ചപ്പോൾ ഇതിനകത്ത് ബുള്ളറ്റ് ഇത് ബോള് ലോഡ് ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതൊരു താഴത്തേക്കുന്നു. ഇതൊരെണ്ണം ലോഡായിരിക്കുക. ഇത് ആ ഒരു ഭാഗത്തോട്ട് ലോഡായിരിക്കുക കണ്ട. അപ്പോൾ ഹെഡ് ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മേജറിൻ്റെ കയ്യിൽ നിന്നോ ഇത് വരുമ്പോൾ ലോഡ് ചെയ്ത സാധനം ഇതിടുക, കത്തിച്ചിടുക. ഠും 200 ഞാൻ അറിയുന്നത് 200 മീറ്ററിലോട്ട് എങ്ങാണ്ട് ഇതിൻ്റെ ഇത് പോകുന്ന. ഇത് ലോഡഡ് ആണോ അതോ ഊരിക്കളഞ്ഞോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടെ ആദ്യം ഇത് കണ്ടപ്പോൾ ഇത് ലോഡഡ് ആയിരുന്നു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇത് കണ്ടതാണ്ട് ഇത് ആ ഭാഗത്തോട്ട്. പിന്നെ ഈ ക്യാനോൺ അതിൻ്റെ റേഞ്ച് അവിടെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് ഇവിടെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്യാനോൺ ഇതെനിക്ക് തോന്നുന്നു നേരെ എൻട്രൻസിന് എയിം ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതാണെന്ന്. കാരണം എൻട്രൻസിന് വല്ലതും ആരെങ്കിലും വരുവാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി എൻട്രൻസിൻ്റെ അങ്ങോട്ടുള്ളത്. അങ്ങനെ ഓരോരോ പോയിന്റിലോട്ടുണ്ട് ഓരോ ഹോളുകൾ. അതുകൊണ്ട് ഇവിടെയും ഉണ്ട്. ഇതെങ്ങനെയാണ് ഇവർ ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഇതാ ഭാഗത്തോട്ടുള്ളത്. പക്ഷെ ഇവിടെ നിന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് കൊള്ളാൻ പോകുന്ന ആ കല്ലിലോട്ടോ. അയ്യമ്മേ, അതുകൊണ്ട് അവിടെ എന്തോ മണ്ടയ്ക്കുണ്ട്. നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. ഇനി അടുത്തത് കയറാനുള്ള മല. ഇതെല്ലാം ഒരുമാതിരി വല്ലാത്ത രീതിയിലാണ് ഈ പടി ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പെല്ലാം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ കയറാൻ പാടേ. സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടും കയറാൻ പാടാണ്. ഇപ്പം ഈ പണ്ടുണ്ടായിരുന്നവരൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ കയറി ഇറങ്ങിയത്? ഇപ്പോൾ ഇതാണെങ്കിൽ ഹുക്ക് വീഴത്തുമില്ലല്ലോ. ഓക്കെ, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇത്രയും വലിഞ്ഞു കയറിയെങ്കിലും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഉണ്ട് വെള്ളം തങ്ങി നിർത്താനുള്ള സ്ഥലം. ഓരോ പോയിന്റിലും പണിത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. നീ എങ്ങനെയാടാ ഇങ്ങനെ ചാടി ചാടി കയറി പോകുന്നേ? ഉണ്ടോ? അതുകൊണ്ടോ അവനെവിടെ എത്തി? ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് എത്തി. ഇവിടെ എന്തോ ഇതുണ്ടായിരുന്നു. അത് വല്ല സ്റ്റാച്ചു ആയിരിക്കണം. സ്റ്റാച്ചു ഒന്നുമില്ല.
അത് മാറ്റിയിട്ടൊരു കമ്പ് എടുത്ത് കുത്തി വെച്ചേക്കുക, അത് ഇടിഞ്ഞ് താഴെ വീഴാതിരിക്കാൻ. ഒരു കോവിൽ പൂട്ടിയിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ കയറി അതും വൃത്തികേടാക്കിയാൽ. വയ്യാണ്ടായി. മോനെ അതുകൊണ്ട് ആ ഭാഗത്തു നിന്നാ ഞാൻ കറങ്ങിയത്. നമ്മുടെ ഹോട്ടൽ അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ ഹോട്ടൽ എവിടെയായിരിക്കും? ഒരു മാപ്പ് ഇട്ട് നോക്കാം, കിട്ടാൻ പറ്റുമെന്ന്. ആ ഹോട്ടൽ ഏത് ഭാഗത്താണ് നോക്കട്ടെ. ഹോട്ടൽ ആ ഭാഗത്തും കണ്ട. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്ട്. ഈ മല മൊത്തം കറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്ന് ഈ മല മൊത്തം കറങ്ങിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അതാ ഞാൻ പറഞ്ഞ മലേൻ്റെ 360 മൊത്തം കിട്ടി നമുക്ക്. അവിടുന്ന് കയറിയിട്ട് നമ്മളിവിടെ ഇറങ്ങിയോ. വെയിലൊട്ടും രക്ഷയില്ല. ഓക്കെ, ഇതാണ്ട് ആ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ഹോട്ടലുള്ളത്. അതാണ്ട് ഞാൻ പറഞ്ഞില്ലേ കപ്പിൾസിൻ്റെ സ്ഥലമായെന്ന്. പേയെ കപ്പിൾസ് എല്ലാം വന്നുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ അവരുടെ പ്രൈവസി വെറുതെ ഇല്ലാതാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ബട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എഴുതി നമ്മുടെ ഇത് വൃത്തിയുടെ ലവ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലിയർ അല്ല. എന്തെങ്കിലും ചുണ്ണാമ്പോ അല്ലെങ്കിൽ ഒരു ചോക്ക് പീസോ അതിൻ്റെ മണ്ടയ്ക്ക് ഓവർ റൈറ്റ് ചെയ്താലേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ. ബട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല സ്ഥലമാണ്. ഇത്രയും വലിഞ്ഞു കയറിയത് വെറുത്താന്നേ ഞാൻ പറയത്തുള്ളൂ. യൂസ്ലെസ് ആയിട്ടില്ല ഇത്രയും വലിഞ്ഞു കയറിയത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വെയിലും കൂടെ വെച്ചിട്ടില്ലാതെ മേഘം വന്നിട്ട് അതൊന്ന് ഇതാക്കിയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ല ഈ സ്ഥലം. ശരിയാ, ഞാൻ വായിച്ചതും കണ്ടതുമൊക്കെ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ദിണ്ടുക്കൽ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ ബിൽഡിങ്സും ഇതൊന്നും ഇല്ലാതെ ജസ്റ്റ് ഭൂമി മാത്രമായിട്ടാണ് കണ്ടത് നമുക്ക്. ഇത് ശരിക്കും മൊത്തം ഐ മീൻ ആർമിക്ക് ലൈക്ക് സോൾജേഴ്സിന് ഐ മീൻ ബ്രിട്ടീഷിന് പിടിച്ചു വെച്ചതെന്ന് പറയാൻ ഇതാ. കാരണം ഒരു ചെറിയ യുദ്ധം വന്നാൽ പോലും ഐ മീൻ യുദ്ധത്തിൻ്റെ പടയാളികൾ വരുന്നത് കിലോമീറ്റേഴ്സ് ദൂരത്തിൽ നിന്ന് അവർക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പം നമുക്കിനി ഇവിടുന്ന് ഇറങ്ങുന്ന വഴി ഏതാ? കയറുന്ന വഴി ഏതോ ഒരു വഴി കൂടെ ഞാൻ കയറി വന്നു. അതാണ്ട് അവിടെ ഒരു ബ്ലൂ മാർക്കിംഗ് ഉണ്ട് ഇറങ്ങേണ്ട വഴി. ശരി കേട്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇറങ്ങേണ്ട വഴിയെ മനസ്സിലാത്തില്ല. നന്നായി ബ്ലൂ മാർക്കിംഗ് കിട്ടും. ഇനി ഇവിടെ കയറിയതിനെക്കാളും കഷ്ടപ്പാടാന്ന് തോന്നുന്നല്ലോ ഇറങ്ങുന്നത്. ഇവിടെ നിന്നപ്പോൾ ലൈക്ക് ഞാനവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. താഴോട്ടിങ്ങനെ വീഴുന്ന പോലെ എനിക്ക് ഫീലായത്. അമ്മേ ശരിയാ. ഇപ്പോൾ ഒരു തണുത്ത കാറ്റും കൂടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുത്തുന്ന വെയിലും തണുത്ത കാറ്റും കൊള്ളാമല്ലോ, നല്ല കോമ്പിനേഷൻ. ഞാൻ സാധാരണ മറ്റിങ്ങനെ വെക്കുന്നോ നടന്നിറങ്ങുമ്പോഴും കയറുമ്പോഴും. പക്ഷേ ഇവിടെ വെക്കാൻ എനിക്കൊരു ഇങ്ങനെ ഇപ്പോൾ നടക്കുമ്പോഴേ വെക്കാനൊരു കോൺഫിഡൻസ് ഇച്ചിരി കുറവുണ്ട്. കാരണം ഇതിൻ്റെ ലൈക്ക് ഒരുമാതിരി തലയ്ക്ക് കിറുക്ക് വരുന്ന രീതിയില്ല ഇരിക്കുന്നത്. ഇത് കണ്ടോ, ഈ വെള്ളം ഒഴുകിയിട്ടും പാറകളുടെ ആ ഡിസൈനും
അതും പിന്നെ കളറും എല്ലാം കൂടെ വരുമ്പോഴേ കണ്ണിനൊരു ഇല്യൂഷൻ പോലെ ഫീൽ ആകുന്നുണ്ട് എനിക്ക്. ഏറ്റവും മണ്ടയ്ക്ക് കയറിയപ്പോഴും താഴോട്ട് ലൈക്ക് ഞാൻ എന്താണ്ട് അവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കാൻ നോക്കിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലിപ്പാകുന്ന പോലെ ഒരു ഇല്യൂഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ നേരത്തും കുറേ ആൾക്കാർ ഇങ്ങനെ പെയ്യെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. അമ്മേ വേസ്റ്റൊക്കെ വന്നപ്പോഴേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നാണോ? ഈ കാടം കണ്ട ഡോറിൻ്റെ സൈസ് തെള്ളിയാലൊന്നും ഇതാകത്തില്ല ഇത്. ബട്ട് അഹമ്മദാബാദിൽ വെച്ച് നമ്മൾ കണ്ട ആ ക്യാസിൽ എൻ്റെ പൊന്നെ അതൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഇനി ക്യാസിൽ നിന്നിറങ്ങി ഒരു രക്ഷയില്ല. പൊളിയല്ലേ? അതുകൊണ്ട് അവരെ വലിഞ്ഞു കയറി വരുന്നുണ്ടോ. നമുക്ക് താഴോട്ട് ഇറങ്ങി പോവാം. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വയറ് കത്താൻ തുടങ്ങി. വയറ് നല്ലവണ്ണം കത്താൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇറങ്ങാം. അമ്മേ തെന്നല്ലേ എന്ന് പറഞ്ഞേ ഉള്ളൂ. തെന്നി. ബാൻഡേജ് ഇട്ടുകൊണ്ട് കാലിനൊന്നും പറ്റിയില്ല. കാലിനൊന്നും പറ്റേ കാണല്ലേ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പിന്നെ ഇറങ്ങാൻ പോവാ. സൂക്ഷിച്ചിറങ്ങണേ. ഇനിയും തന്നല്ലേ. ഇനി ഒരു തെന്നലും കൂടെ വന്നു കഴിഞ്ഞാൽ കാല് പണി തരും. ശരി എന്നാ. ഓ അതെല്ലാം ഇത് ചെയ്യാനാ? ഓക്കെ. ശരി എന്നാ പോവാ. ശരി പോ. യൂട്യൂബിലാ? 12th ട്രാവലർ. ശരി എന്നാ. അവിടെ ക്ലീൻ ആക്കണമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവരവിടെ ഞാൻ പറഞ്ഞില്ല കത്തിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ബാക്കി അതും കൂടെ ക്ലീൻ ആക്കാൻ വേണ്ടി മരുന്നുമായിട്ട് മണ്ടക്കോട്ട് കയറിയിരിക്കുക. ഇവിടെ ഇൻചാർജ് കൊടുത്തിരിക്കുന്നവർ മര്യാദ നോക്കുന്നുണ്ട് ഫോട്ടോ. ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ, ഇൻചാർജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വരുന്നവർ നമ്മുടെ ഫോർട്ടിനെയും ഹിസ്റ്റോറിക്കൽ പ്ലേസിനെയും സൂക്ഷിക്കാൻ പഠിക്കണം. കാല് ചെറുതായിട്ട് വേദനെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണി കിട്ടിയോന്ന് തോന്നുന്നു. എന്നോട് ഒരു പ്രാവശ്യം കൂടെ വീഴരുത് എന്നാണ് പറഞ്ഞത്. ഇല്ല, പണി കിട്ടിയിട്ടില്ല. അതാ ഇപ്പുറത്തെ ആ ഒരു ഷോക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്താണ്ട് ഞാൻ ഇറങ്ങാം. ഓക്കെ, ഇനി ഞാൻ വണ്ടി കയറിയിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ വരുന്നവിടെ പ്രത്യേക ശ്രദ്ധിക്കുക. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് ഇത് തുറന്നിരിക്കുന്നത്. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 20 രൂപ. അത് ഓഫ്ലൈൻ എത്രയാണെന്ന് എനിക്കറിയില്ല. ലൈക്ക് ഇവിടെ ഒന്ന് ടിക്കറ്റ് മേടിച്ച് കയറുന്നതിന് എത്രയാണെന്നറിയില്ല. ബട്ട് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതിന് 20 രൂപയാണെന്ന് മാത്രം എനിക്കറിയാം. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് എടുത്തത്. ഞാൻ രാവിലെ തന്നെ വന്നുകൊണ്ട് മറ്റേ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ QR സ്കാൻ ചെയ്തിട്ട് ഓൺലൈനിലാണ് ഞാൻ എടുത്തത്. ഒടുക്കത്തെ ചൂടാ കേട്ടോ. പിന്നെ എന്താ പിന്നെ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ 2 ലിറ്റർ വെള്ളമെങ്കിലും കയ്യിൽ വേണം. അല്ലെങ്കിൽ മണ്ടയ്ക്ക് എന്നാൽ ദാഹിച്ച് ഇല്ലാണ്ടാവും. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. എല്ലാം സെറ്റാക്കി സ്റ്റാൻഡൊക്കെ വെച്ചു. ചൂട് മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ പിന്നെ തണുക്കാനും തുടങ്ങും. ഇവിടെ ആണെങ്കിൽ ചൂടും കൂടെയാണ്.